ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ട് അമേരിക്ക സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ എടുത്തിരിക്കുന്ന നേവൽ ബ്ലോക്കേഡ്. ഈ നേവൽ ബ്ലോക്കേഡ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ലെവറേജ് കൊടുക്കുന്ന, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ ഒരു യുദ്ധത്തിൽ ഹൈ ലെവൽ ലെവറേജ് കൊടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ എക്കണോമിസ്റ്റുകൾ ഇതിനെ മറ്റൊരു തരത്തിലാണ് വിലയിരുത്തുന്നത്. എക്കണോമിക്കൽ ലോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ നോക്കുന്നത്. പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ എത്രമാത്രം നഷ്ടമുണ്ടാകും എന്നുള്ളത് കണക്കാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലെ ഈ നേവൽ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ട് ഇറാനെ ചർച്ചയ്ക്ക് വരുത്താൻ കഴിയുമെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പാകിസ്ഥാനിലേക്ക് ചർച്ചയിലെത്തിയപ്പോൾ അവിടെ ശരിക്കും അമേരിക്ക ലെവറേജ് ഇല്ലാതെയാണ് എത്തിയത്. ഇറാൻ ചർച്ചയിൽ നിന്നും വഴുതി മാറുന്നുവെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ലെവറേജ് അമേരിക്കയുടെ സൈഡിൽ ഇല്ലായിരുന്നു. അതിനുള്ള ഒറ്റൊരു മാർഗം യുദ്ധം തുടരുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ യുദ്ധം തുടരുക എന്നുള്ളതല്ല വേണ്ടത്. ശരിക്കും അവരെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അമേരിക്ക പറയുന്ന പോയിന്റുകൾ അംഗീകരിച്ച് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അവിടെ വേണ്ടത്. ആ സൈഡ് നോക്കാതെയാണ് ശരിക്കും അമേരിക്ക ചാടിക്കെട്ടി ഈ നെഗോസിയേഷനിലേക്ക്, ഇസ്ലാമാബാദ് ടോക്കിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും ഇറാന് വളരെ സുഖമായിട്ട് തന്നെ ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിഞ്ഞു. യുദ്ധം ഇത്ര മാരകമായിട്ടുള്ള യുദ്ധം നടത്തി 41 ദിവസം കഴിഞ്ഞിട്ട് പോയി കസേരയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഇറാനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് ഇല്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ മാതൃകയിൽ ഒരു മൂവ്, അതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ്. ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ് എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് അടച്ചു പൂട്ടുന്നതിന് മുമ്പ് രണ്ട് ഷിപ്പുകളാണ് അവിടെ നിന്ന് കൃത്യമായിട്ട് എണ്ണയും എടുത്തുകൊണ്ട് കടന്നു പോയിരിക്കുന്നത്. ഇന്നലെ വരെ 16 പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ 2 ഷിപ്പുകൾ പോയെന്ന് പറഞ്ഞാൽ ചൈന ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് ചൈനയുടെ 8 ഷിപ്പുകൾ ഇറാന്റെ പക്കൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. 8 ഷിപ്പുകൾ. ഹോർമോസിന്റെ ഒരു കണക്ക് നമ്മൾ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നിന്നും പോകുന്ന ഷിപ്പുകളെ ഞങ്ങൾ തടയും, ഇറാനിലേക്ക് പോകുന്ന ഷിപ്പുകളെ ഞങ്ങൾ തടയും. അപ്പൊ ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബന്ദർ അബ്ബാസ്, അതേപോലെ ചാബഹാർ പോർട്ട്, അതുപോലെ ഇമാം ഖമനി പോർട്ട്, ലാവാൻ പോർട്ട്, അതേപോലെ കാർഗ് ഐലൻഡ്, കഷാം ഐലൻഡ്, ഇതേപോലത്തെ നിരവധി പോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഈ പോർട്ടുകളെല്ലാം തന്നെ ഇറാന് ട്രാൻസ്ഷിപ്മെന്റുകൾ കൺവീനിയന്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന പോർട്ടുകളാണ്. ഈ പോർട്ടുകളെല്ലാം തന്നെ ഇപ്പം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കൺട്രോളിലാണ്. അവിടേക്ക് കമോഡിറ്റി നടത്തുന്ന, അല്ലെങ്കിൽ അവിടേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന ഒരു ഷിപ്പുകളെയും ഞങ്ങൾ അനുവദിക്കില്ല. അതുപോലെ അവിടെ നിന്ന് പുറത്തു പോകാനും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടലി ഇൻഫ്ലോ ഔട്ട്ഫ്ലോ രണ്ടും ബ്ലോക്ക് ചെയ്യുക. ഇറാനിലേക്കുള്ള ഇൻഫ്ലോയും ഇറാനിലേക്കുള്ള ഔട്ട്ഫ്ലോയുമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇറാനിന് മറ്റു ബദൽ മാർഗങ്ങൾ, ആൾട്ടർനേറ്റീവ് റൂട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ട്. പക്ഷേ അത് പാകിസ്ഥാൻ ത്രൂ ഉള്ള ആൾട്ടർനേറ്റീവ് റൂട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആൾട്ടർനേറ്റീവ് റൂട്ടിലൂടെ ഇറാനിന് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. സെക്യൂർ ആയിട്ട് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു റൂട്ടല്ല ഈ ലാൻഡ് റൂട്ട് എന്ന് പറയുന്നത്. ഇറാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പോർട്ട് വഴി നടക്കുന്ന കമോഡിറ്റികളാണ്. ആ കമോഡിറ്റീസ് ആണ് ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇനി ഇറാന്റെ ഉള്ളിൽ നിന്നും IRGC എപ്പോഴത്തെയും പോലെ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിടുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് 2 മാസം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ 2 മാസം സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ തടയാനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് ഇറാന്റെ സൈഡിൽ നിന്നും IRGC ഉയർത്തുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 മാസം എന്ന് പോയിട്ട് കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 20 ഡേയ്സ്, മാക്സിമം 20 ദിവസത്തിനുള്ളിൽ ഇറാൻ കുത്തി വീഴും. ഉറപ്പാണ്. 20 ദിവസത്തിൽ കൂടുതൽ ഇറാനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാക്റ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫാക്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലൂടെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുണ്ട്. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് ഗതാഗതമാണ് ഇറാൻ ഇത്രയും നാളും തടഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് നോക്കാം. പക്ഷെ അതേസമയം പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ അഥവാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ്, ഇതേപോലത്തെ രാജ്യങ്ങളുടെ കയറ്റുമതിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു, അത് തുടരും. പക്ഷെ ഇപ്പൊ അമേരിക്ക അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നും എണ്ണയും ഗ്യാസും കയറ്റുമതി ചെയ്തുകൊണ്ടുള്ള ഷിപ്പുകൾക്ക് സുഖമായിട്ട് കടന്നു പോവാം. അത് നമ്പർ 1 പോയിന്റ്. അവിടെ അമേരിക്ക സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്നുവെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇവർക്ക് കടന്നു പോകാന്നേ ഉള്ളൂ. ഇനി അമേരിക്കയുടെ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും ജസ്റ്റ് 200 കിലോമീറ്റർ അവേ, വളരെ ഇത്രയും അടുത്ത സ്പോട്ടിൽ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പിനെ അമേരിക്ക കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഗൾഫ് ഓഫ് ഒമാനിൽ. വളരെ ബോൾഡ് ആയിട്ടുള്ള മൂവാണ്. ഇതുവരെ അത്തരത്തിലുള്ള ഒരു നീക്കം അമേരിക്ക നടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം ആദ്യമായിട്ട് കൃത്യമായിട്ട് ഈ ഒരു ടെൻസ്ഡ് മൊമെന്റിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അമേരിക്ക എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഈ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ കൃത്യമായിട്ട് അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ക്ലാസ്സിലുള്ള എയർക്രാഫ്റ്റ് കരിയർ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിന്റെ 2 ഡിസ്ട്രോയേഴ്സ്, ഹൈ എഫിഷ്യൻസി ഉള്ള 2 ഡിസ്ട്രോയേഴ്സ് അവിടെ ഉണ്ട്. ഈ 3 കപ്പലുകളും കൃത്യമായിട്ട് ഇറാനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ഇറാന്റെ വാർഷിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറാന്റെ കമോഡിറ്റി ഷിപ്പുകളോ
അമേരിക്കയുടെ ഈ ബ്ലോക്കേഡിനെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിച്ച് തകർത്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉറപ്പാണ്, അടിച്ച് തകർത്ത് കളയും. അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ വാർഷിപ്പിന് അത് സാധിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ രണ്ട് തരത്തിലാണ് നീങ്ങുന്നത്. ഒന്ന്, അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട, കാരണം കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആക്രമണങ്ങളെ തടയണം, ആക്രമണം ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ഇറാൻ. പക്ഷേ ഇറാന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പൊ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇറാനിന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ആ റീജിയണൽ കോൺഫ്ലിക്റ്റിനെ അമേരിക്ക ആഗോളവൽക്കരിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ബ്ലെയിമാണ് അമേരിക്കയുടെ മേളിൽ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മസൂദ് പെസസ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇറാന്റെ സ്വരത്തിലൊരു മാറ്റം. ഇറാൻ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അത് ഇറങ്ങി വന്നേ പറ്റൂ, അല്ലാതെ വേറെ മാർഗമില്ല. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4300 കോടി പെർ ഡേ ലോസ് വരും. അമേരിക്ക എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം യുദ്ധത്തിനേക്കാളും ഭീകരമായ തീരുമാനമാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ട്രംപ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ സഡൻലി എടുത്ത തീരുമാനമാണോ എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം കൊണ്ട് ഇറാന് വൻ നഷ്ടമുണ്ടാവും, അതിൽ യാതൊരു മാറ്റമില്ല. 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും. അത്തരത്തിലുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് പ്രൊഡക്ഷന്റെ കപ്പാസിറ്റിയാണ്. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 35% ഇവിടെ സൗദി അറേബ്യ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് അവർ ഓയിൽ വ്യാപാരം നടത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ് 22% സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. UAE 14%, അതേപോലെ ഇറാൻ 11%, കുവൈറ്റ് ആണെങ്കിൽ 9%. ഇങ്ങനെ താരതമ്യേന എല്ലാ രാജ്യങ്ങളും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ പേർഷ്യ ഗൾഫിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ മാർഗമാണ് അവർക്കുള്ള ഏക പോംവഴി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർക്ക് വ്യാപാരം സ്മൂത്തായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു പരിധിവരെ അമേരിക്ക ഇവരുടെ ചരക്ക് ഗതാഗതം കൃത്യമായിട്ടും സ്മൂത്തായിട്ടും നടന്നു പോകാൻ വേണ്ടിയിട്ട് നോ ഒബ്ജക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക. പക്ഷെ ഇവിടെ ഇറാൻ ഇവരെ ആക്രമിക്കുമോ എന്നുള്ളതാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. പക്ഷെ ഇപ്പം അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ഉള്ളിൽ ആക്രമണം നടത്താത്ത സ്ഥിതിക്ക് ഇറാൻ മറ്റുള്ള ചരക്ക് ഗതാഗതത്തിനെയും അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റുള്ള പേർഷ്യ ഗൾഫിൽ കിടക്കുന്ന രാജ്യങ്ങളുടെ ഓയിൽ ഗ്യാസ് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകുന്ന ടാങ്കർ ഫ്ലീറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പം ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നില്ല. അപ്പൊ ഇതൊരു വാലിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിക്കും ബ്ലോക്കേഡാണ്. ഈ ബ്ലോക്കേഡ് ഇറാന്റെ വെസലുകൾക്ക് മാത്രമുള്ള ബ്ലോക്കേഡാണ്. അപ്പം ഇവിടെ ഞാനൊരു മാപ്പ് വെക്കുന്നു. യെസ്റ്റർഡേ, ഇന്നലെ, അതായത് 14-ാം തീയതി ഡേ ടൈമിൽ ത്രൂ ഔട്ട് ഇറാനിൽ നിന്നും ബ്ലോക്കേഡ് പ്രഖ്യാപിച്ച ടൈം ലൈൻ കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു വന്ന കപ്പലുകളാണ്. ഇത്രയും കപ്പലുകൾ അതേപോലെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല, വളരെ വലുതാണ്. കാരണം ഇതിനെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് 35% ചൈനയുടെ ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അടുത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യ ഏതാണ്ട് 14%. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇമ്പോർട്ട് കണക്കെടുക്കുമ്പോൾ 14% ആണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയുടെ പെർസെൻറ്റേജ്. ഗ്യാസും ഓയിലും ഇറക്കുമതി ചെയ്യുന്നതിൽ ഇവിടെ 50% ഇന്ത്യക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി കാണാൻ. അതേ സാഹചര്യത്തിൽ ഇറാന്റെ അടുത്തിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അമേരിക്കയുടെ പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എണ്ണ ഇറക്കാനും ഖത്തറിൽ നിന്നും ഗ്യാസ് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അതിനൊക്കെ നോ ഒബ്ജക്ഷൻ ആണ്. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളെല്ലാം 41% സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ 4% അവരുടെ ഡിപ്പെൻഡൻസി, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്കുള്ള ഡിപ്പെൻഡൻസി. ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 3%. ഇപ്പം നമ്മൾ നേരെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാന്റെ എക്കോണമിയാണ്. ഇറാന്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ് കിടക്കുന്ന സാഹചര്യം. 15 ലക്ഷം റിയാൽ അവരുടെ രാജ്യത്തിലെ കറൻസി, ഇറാനിയൻ റിയാൽ 15 ലക്ഷം കൊടുത്താലാണ് $1 കിട്ടുക. അപ്പോൾ അതായത് ഒരു പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പച്ചക്കറികളോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. $1 കണക്കാക്കി നോക്കൂ നിങ്ങൾ. അതാണ് ഇറാന്റെ അവസ്ഥ. യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നു, അതെല്ലാം ഓക്കെയാണ്. ഇവിടെയാണ് ഈ എക്കോണമിയാണ് ഓരോ ഇൻഡിവിജ്വൽ ഫാമിലിയിലും എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ, അതായത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. ഇനി ഇറാൻ എത്രമാത്രം സെൽഫ് റിലയൻസ് ഉള്ള രാജ്യമാണെങ്കിൽ കൂടിയും ഈ എക്കണോമിക് ക്രൈസിസ് ഇറാന്റെ ഓരോ വീടുകളെയും ബാധിക്കും. ഇത് തികച്ചും മറ്റൊരു പ്രതിഷേധത്തിലേക്ക് വഴിയൊരുക്കുമെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. ശരിക്കും യുദ്ധം ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയാണ് ഇപ്പം അമേരിക്ക എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം. ഇത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്, വളരെ പക്ക ഡിസിഷനാണ്. അമേരിക്കയ്ക്ക് ഒരുപാട് ലെവറേജ് കിട്ടുന്ന ഒരു ഡിസിഷനാണ്. ഈ ഡിസിഷനെ
റഷ്യ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിയോജിപ്പ് ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് റീജിയണൽ കൊലാപ്സ് അല്ല, ഇത് ആഗോളതരത്തിലുള്ള എക്കണോമിക് കൊലാപ്സ് ആണെന്ന് ഇറാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ചൈന ഇതിനെ ഓൾറെഡി എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പം ശരിക്കും ആഗോളതരത്തില് അമേരിക്കയുടെ ഈ നടപടിയെ എതിർത്താണ് ആൾക്കാർ കൂടുതലും സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ എന്നുള്ളതാണ് അമേരിക്ക ചോദിക്കുന്നത്. ഇന്ന് കൂടി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുമായിട്ട് ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ജോർജിയ മെലോണിയുടെ അടുത്ത് അത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ടല്ല ട്രംപ് പെരുമാറിയത്. തികച്ചും നല്ല മറുപടികൾ കൊടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ജോർജിയ മെലോണിയുടെ ഇപ്പോഴത്തെ നിലപാട്, ആ നിലപാട് ഇറാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തി ഒരു തരത്തിലുള്ള അമേരിക്കൻ സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റുകളും പുറത്തു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇറാനെ എതിർത്തുള്ള സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പോപ്പിനെതിരെ ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ജോർജിയ മെലോണി കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വക കാരണങ്ങളാൽ ട്രംപ് ശക്തമായ വിയോജിപ്പ് ജോർജിയ മെലോണിയുടെ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നതോടുകൂടി, എണ്ണ ഗ്യാസ് കയറ്റുമതി തടസ്സപ്പെടുന്നതോടുകൂടി അവർക്ക് 250 മില്യൺ പെർ ഡേ ലോസ് ആണ്. 250 മില്യൺ പെർ ഡേ $US ലോസ് ആണ്. 250 മില്യൺ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഏതാണ്ട് 2500 കോടി ഇന്ത്യൻ റുപ്പി. അതാണ് അവരുടെ പെർ ഡേ ലോസ് ആണ്. അതുപോലെ അവരുടെ ഇറക്കുമതി, ഓയിൽ, ഗ്യാസ്, ഇതര സാധനങ്ങളായിട്ടുള്ള മറ്റുള്ള സാമഗ്രികൾ അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ അവർക്ക് 160 മില്യൺ പെർ ഡേ അതും ലോസ് ആണ്. അപ്പൊ ടോട്ടലി 430 മില്യൺ പെർ ഡേ ലോസ്. അതാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 4300 കോടി ലോസ് പെർ ഡേ. 90% അവർക്ക് ഈ ഗ്യാസ് ആൻഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർക്ക് 90% ഡിപ്പെൻഡൻസി അതിലുള്ളത്. 80% ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറാന്റെ എക്കോണമിയിൽ 24%. ഇറാന്റെ GDP-യിൽ 24%. ചെറിയൊരു കണക്കല്ല ഇത്. കാർഗ് ഐലൻഡിൽ മാത്രം 53 മില്യൺ ബാരൽ പെർ ഡേ ഇറാൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഗ് ഐലൻഡിൽ നിന്ന് മാത്രം നടത്തുന്ന എക്സ്പോർട്ടിന്റെ കണക്കാണ് 53 മില്യൺ ബാരൽ പെർ ഡേ. ഓൾമോസ്റ്റ് പെർ ഇയർ 78 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് കാർഗ് ഐലൻഡിൽ നിന്ന് മാത്രം ഇറാൻ കയറ്റിയിരിക്കുന്നത്. ചെറിയ തുകയല്ല. പക്ഷെ ഈ തുകകളെല്ലാം ഈ ലാഭക്കണക്ക് ഇത്രത്തോളം കാണിച്ചാലും ഇതെല്ലാം തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറാൻ ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ അവർ മിസൈൽ ഉണ്ടാക്കാനും തുരങ്കങ്ങൾ നിർമ്മിക്കാനും പ്രോക്സികളെ വളർത്താനുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പ്രോക്സികളെ ഇവർക്ക് എങ്ങനെയാണ് തീറ്റിപ്പോറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ കണക്ക്. ഇങ്ങനത്തെ ഒരു രാജ്യം എത്ര സമ്പന്ന രാജ്യമായിട്ട് മാറി തീരാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ IRGC എന്ന് പറഞ്ഞ ഈ മതഭരണകൂടമാണ് മതത്തിന് വേണ്ടി മാത്രം ഈ പണം ചെലവാക്കിയിരിക്കുന്നത്. നമ്മളിപ്പം ഇറാന്റെ അടുത്ത് എണ്ണ വാങ്ങിച്ചത് പോലും $87 പെർ ബാരലിനാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത് ലേറ്റസ്റ്റ് ആയിട്ട്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇറാനുമായിട്ട് വീണ്ടും എണ്ണ കച്ചവടം തുടങ്ങിയത്. അത് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. 2 ഷിപ്പുകൾ ഓൾറെഡി തന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു. അത് അമേരിക്കയുടെ നേവൽ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞ ഒരു ടൈം ലൈനിന് മുമ്പ് തന്നെയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നത്. ഇറാൻ ഇന്ത്യ വളരെ നല്ല സുഹൃത്താണ്. ഇന്ത്യക്ക് ഞങ്ങൾ ഏത് കാലഘട്ടത്തും സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യ ടോൾ പേ ചെയ്യേണ്ടതില്ല എന്നും കൂടി വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. മീഡിയേഷൻ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള നിലപാടൊന്നും ഇന്ത്യ എടുത്തിട്ടില്ല. ഇന്ത്യ കൃത്യമായിട്ട് ഇറാനുള്ള പരിഗണന ഇറാന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിനുള്ള പരിഗണന ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്കുള്ള പരിഗണന അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മൾട്ടിലേറ്ററൽ ഡിപ്ലോമസി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമ്മളോട് ഇറാന് വലിയ രീതിയിൽ കലിപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നെഗോഷിയേറ്റ് നമ്മൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ട് ആ എണ്ണ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ഇപ്പൊ നിലവിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കടുംപിടുത്തം പിടിച്ച് ഇസ്ലാമാബാദ് ടോക്ക് നോസ് കട്ട് ചെയ്ത് അയച്ച ഇറാൻ ഒരു മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ ട്രംപ് മറുപടി കൊടുക്കാൻ വളരെ വളരെ മിടുക്കനാണ്. പകരം വീട്ടുക എന്ന് പറയുന്നത് ട്രംപിന് പണ്ട് തൊട്ടേയുള്ള ഒരു സ്വഭാവമാണ്. പകരം വീട്ടിയിരിക്കും ട്രംപ്. അപ്പൊ അതുകൊണ്ട് ഇറാനെ മുട്ടുകുത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എക്കോണമി മൊത്തത്തിൽ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിലവിലെ അമേരിക്ക എടുത്തിരിക്കുന്ന തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇമാം ഖൊമേനി പോർട്ട് ഉൾപ്പെടെ എല്ലാം അടങ്ങും. എല്ലാം ഇപ്പം അമേരിക്കയുടെ കൺട്രോളിലാണെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അമേരിക്ക ഇറാന്റെ പടിവാതിൽക്കൽ ചെന്നിട്ട് അവരുടെ പോർട്ടൊക്കെ കൺട്രോളിൽ എടുത്തിട്ടില്ല. പക്ഷേ അതിന്റെ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ എൻട്രൻസ് പോർഷനിൽ കൃത്യമായിട്ട് അമേരിക്ക സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അബ്രഹാം ലിങ്കനെ 200 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടിട്ടിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. ഇറാന്റെ നോൺ ഓയിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 2 ബില്യൺ വരും പെർ ഇയർ ആവറേജ്. മൊത്തത്തിൽ 2 ബില്യൺ ആണ്.
ഇപ്പൊ അവർക്ക് റോഡ് മാർഗം അവർക്ക് കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ റോഡ് മാർഗം അവർക്ക് ചെയ്യാം. പക്ഷെ അതിനകത്ത് നിങ്ങൾ നോക്കിക്കോണം, ലക്ഷക്കണക്കിന് ബാരൽ വിറ്റഴിച്ചുകൊണ്ടിരുന്ന ഇറാന് ജസ്റ്റ് 70,000 ബാരൽ പെർ ഡേ മാത്രമേ ലാൻഡ് റൂട്ട് വഴി അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 17 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്ന ഇറാൻ 70,000 ബാരൽ മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ സാഹചര്യം. അത് സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ്? ഡൊണാൾഡ് ട്രംപ്, അമേരിക്ക. 8 മില്യൺ ബാരൽ ചബഹാർ പോർട്ടിൽ നിന്ന് മാത്രം എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു ഇറാൻ. ഇറാന്റെ ഉള്ളിൽ ഫുഡ് ഇൻഫ്ലേഷൻ 105% ഉയർന്നിട്ടുണ്ട്. അരിയുടെ വില 7% ഉയർന്നിട്ടുണ്ട്. അരിയുടെ വില മാത്രം 7%. ഇറാന്റെ ഉള്ളിൽ തന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ 20 മില്യൺ ബാരലാണ് അവരുടെ അടുത്തുള്ളത് ഇപ്പം നിലവിൽ, ഇറാന്റെ ഉള്ളിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 12 to 17 days ആണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി. ഇറാന്റെ എനർജി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഓയിലും ഗ്യാസുമാണ്. അപ്പോൾ അതിൽ തന്നെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കയറ്റി അയക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ഷൻ ഇവർക്ക് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ ഇവർക്ക് പല ഓയിൽ വെല്ലുകളും പ്രവർത്തനരഹിതമായിട്ട് ഓഫ് ചെയ്തിട്ടേണ്ടി വരും. അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പാറയുടെ ഇടയിൽ കൂടെയുള്ള ഈ പാറകളുടെ ഇടയിൽ നിന്നാണ് ഈ ഓയിൽ ഇങ്ങനെ ക്രൂഡ് ഓയിൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നീർക്കെട്ടുകൾ, എയർ ബബിളുകളൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് മാസക്കണക്കിൽ ഇത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെടും. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെ വാട്ടർ കോയിനിങ് എന്ന് പറയും. ഈ വാട്ടർ കോയിനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ ഈ ഓയിൽ റിക്കവർ ചെയ്യുക എന്നുള്ളത് വലിയ ചാലഞ്ച്. ഇറാന്റെ ഉള്ളിലുള്ള ഒരു അക്കൗണ്ട് ഹോൾഡറിന്, ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും $30 വർത്തുള്ള റിയാൽ മാത്രമേ അവർക്ക് വിഡ്രോ ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ. 10 ലക്ഷം റിയാലിന്റെ നോട്ട് വരെ, ബില്ല് വരെ അപ്പോൾ അവരെ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഇൻഫ്ലേഷനാണ്. 4,000 കോടിയുടെ നഷ്ടം പെർ ഡേ വെച്ച് നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. മിനിമം 10 ദിവസം, 15 ദിവസം, മാക്സിമം 1 മാസം അമേരിക്ക ഈ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇറാൻ ഉണ്ടാകുന്ന നഷ്ടം വളരെ ഭീമമായ നഷ്ടമാണ്. ഇത് ഈ രീതിയിൽ ആരെങ്കിലും നോക്കി കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റിലാണ് ശരിക്കും അമേരിക്ക കളിക്കുന്നത്. ശരിക്കും ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് അമേരിക്കയുടെ. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിനകത്ത്, 15 ദിവസം എന്ന് പറയുന്നത് മാക്സിമം ഒരു 15 ദിവസത്തിനകത്ത് അമേരിക്ക ഇസ്ലാമാബാദിൽ മുന്നോട്ട് വെച്ച കണ്ടീഷൻസിന് വഴങ്ങിക്കൊണ്ട് ഒരു നെഗോസിയേഷന് വേണ്ടി വരുന്ന ഒരു ഇറാനെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലേക്ക് തന്നെയാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇത് ശരിക്കും ട്രംപ് ഇന്നുള്ള പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇറാൻ പറഞ്ഞ പല പോയിന്റുകളും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു, ഞങ്ങൾ പലതും അംഗീകരിച്ചതുമാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന 2-3 പോയിന്റുകൾ പോലും ഇറാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതാണ് മെയിനായിട്ട് ട്രംപ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഇവിടെ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ട്രസ്റ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഇറാൻ, അത് ഏറ്റവും കൂടുതൽ ഇറാൻ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. അവർക്ക് അമേരിക്കയെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ സാങ്ഷൻസ് എല്ലാം, ഞങ്ങളുടെ ഉപരോധങ്ങളെല്ലാം എടുത്ത് നീക്കുക, അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷെ അവിടെ എൻറിച്ച്ഡ് യുറേനിയം കൈമാറാൻ ഇറാൻ തയ്യാറുമല്ല. ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രത്തോളം ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ബ്ലോക്കേഡ് അതിലേക്ക് ഇറാനെ കൊണ്ടുവരുമ്പോൾ ഇറാൻ ശ്വാസം മുട്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ ഒരു എക്കണോമിക് ബ്രീതിങ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇറാൻ വഴങ്ങും, തീർച്ചയായിട്ടും നെഗോസിയേഷൻ ടേബിളിൽ എത്തും എന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ. ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്കണോമിക് ക്രൈസിസിനെ തരണം ചെയ്ത് ഇറാന് മുന്നോട്ട് പോകാൻ കഴിയുമോ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്? ഇനി അതല്ല, ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾ കളി മതിയാക്കാണ്, ഞങ്ങൾ ഏത് എഗ്രിമെന്റിൽ വേണമെങ്കിലും ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുട്ടുകുത്തുമോ എന്നുള്ളതാണ് അമേരിക്ക നോക്കിയിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഈ വിഷയത്തിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.